എല്ലാവർക്കും പ്രകാശ് ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് സുഷാസ് ഫുഡ് പ്രോഡക്ട്സിന്റെ റസോയി മന്ത്ര ഇഡ്ഡലി ചട്നിപ്പൊടി. ഇത് ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഷാസ് ഫുഡ് പ്രൊഡക്ട്സിന്റെ വേറൊരു പ്രൊഡക്ട്സാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. ഒരുവിധ എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ നമ്മളുടെ അടുത്തുള്ള തന്നെയാണ്. ചില സാധനങ്ങൾ മാത്രം പുറത്തുനിന്ന് വാങ്ങിയത്. ഇത് നമ്മളുടെ മുളകാണ്, ഞങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന മുളകാണ്. ചങ്ങലം വരണ്ട, കരിവേപ്പില, കുരുമുളക്, ഇതെല്ലാം നമ്മളത് അത്യാവശ്യം അതല്ലാത്ത കാര്യങ്ങൾ മാത്രം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നു. അത് ഇതുപോലെ പുളിവെള്ളത്തിൽ നന്നായി കഴുകി ഉണക്കിയെടുത്തിട്ടുണ്ട്. അതായിട്ട് അരി, ഉണക്കമുളക്, ചെറുപയർ, മുതിര, തോരപ്പരിപ്പ്, ഉഴുന്നും പരിപ്പ്, ചങ്ങലം പരണ്ട എന്തിനാ ചേർക്കണമെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ എല്ലിന് തേയ്മാനം സംഭവിക്കുന്നതിന് കുറവാകും. എല്ലിലെ ശക്തി കൂടാൻ ഏറ്റവും നല്ല ഞാൻ ഇങ്ങനെ ചമ്മന്തിപ്പൊടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്നോട് ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി, അതായത് ഒരു പീതാംബരം ചേട്ടനുണ്ട്. പീതാംബരം ചേട്ടൻ എന്നോട് നിർബന്ധമായിട്ട് പറഞ്ഞു, മോള് ഒരു കാര്യം ചെയ്യ്, നീ ഇഡ്ഡലിപ്പൊടി ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ചെങ്ങലം പരണ്ട ചേർക്കണം. ചെങ്ങലമരണ്ട ചേർക്കുമ്പോൾ നമ്മളുടെ കാൽസ്യത്തിന്റെ അളവ് കൂടാനും ഒക്കെ ഏറ്റവും നല്ല. അദ്ദേഹമാണെങ്കിൽ പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങിച്ചേർന്ന് ജീവിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഓരോ പച്ചമരുന്നുകളെ പറ്റിയും ഓരോ സസ്യങ്ങളെ പറ്റിയും പഠിച്ച് മനസ്സിലാക്കിയ ഒരാളാണ്. അപ്പോൾ ഞാൻ അന്ന് മുതൽ സുഷാസ് ഫുഡ് പ്രൊഡക്ട്സിന്റെ ഇഡ്ഡലിപ്പൊടിയിലും ചമ്മന്തിപ്പൊടിയിലൊക്കെ ചെങ്ങലമരണ്ട ചേർക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ അത് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ കടലപ്പരിപ്പ്, പിന്നെ കായം, കുരുമുളക്, കറിവേപ്പിലയൊക്കെ നമ്മൾ എന്ത് കാര്യത്തിനും കറിവേപ്പിലയൊക്കെ ഞാൻ ഒരുപാട് കറിവേപ്പിലയൊക്കെ വളർത്തിയിട്ടുണ്ട്. ഇവിടെ 250 തൈയോളം എൻ്റെ ഫുഡ് പ്രൊഡക്ട്സിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് കറിവേപ്പിൻ്റെ ഇല വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്രാവശ്യം പോലും നമ്മൾ കറിവേപ്പില പുറത്തുനിന്ന് മേടിക്കാറില്ല. അത്രയും സാധനങ്ങൾ നമ്മളെ അടുത്തുനിന്ന് എടുക്കാനാണ് ശ്രമിക്കാറ്. തീരെ നിവൃത്തിയില്ലാത്ത സാധനങ്ങൾ മാത്രം നമ്മൾ പുറത്തുനിന്ന് മേടിക്കും. അപ്പൊ ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കണെന്നുള്ളത് ഇന്നിവിടെ കാണിക്കാൻ പോണ്. നമുക്ക് കാണാം. ഉരുളി ചൂടായപ്പോ സ്മിത വറുക്ക് തുടങ്ങാണ്. ഇതിപ്പോ ഓരോന്നായിട്ട് വറുത്തെടുക്കും. നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ ഇതിലേക്കുള്ള ചേർന്ന് എല്ലാം കൂടി വറുത്തെടുക്കുകയാണ് ആദ്യം ചെയ്യുക.